ആദ്യം നമ്മൾ ഒരു പേയ്മെന്റ് ചെയ്യണം, പിന്നെ ലെഫ്റ്റ് ലെഗിൽ ഇത്ര, റൈറ്റ് ലെഗിൽ ഇത്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്നോ? അതുപോലെ ഒരെണ്ണം ചെന്ന് ചേർന്നിട്ടാ എന്റെ ലെഗ് ആദ്യമായിട്ട് ഒടിഞ്ഞ്. ഇതിലുണ്ടോ അതുപോലെയൊക്കെ? ഹ, അവിടെയാണ് സക്സസ് വേ വ്യത്യസ്തമാകുന്നത്. സാറേ, ഇവിടെ ലെഗുകളില്ല, ഡോറുകൾ മാത്രം. ഡോറുകളോ? അതെന്താ? ഛെ, വാതിലുകൾ. ജംബോയിൽ 5 ഡോറുകളാണുള്ളത്. അതിലാദ്യത്തേത് സ്വൽപ്പം പാടാ. സാർ ഒരു 10,000 രൂപ അടച്ച് ഈ ഡോറിന് മുമ്പിൽ വന്ന് നിൽക്കണം. അല്ല, 10,000 രൂപ അടച്ചാ ഡോർ തുറക്കോ? സാറ് ധൃതി വെക്കാതെ. സാറ് ഡോറിന്റെ മുമ്പിൽ വന്ന് നിന്നാൽ പിന്നെ സാറ് വെറുതെ നിൽക്കരുത്. ഉടനെ തന്നെ ഓടിപ്പോയി 2 പേരെ പിടിച്ച് ഡോറിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് സാർ ഈ ഡോർ തുറന്ന് കയറി അങ്ങ് പോണം. അല്ല, ഇപ്പോ ഇവര് വരുന്നില്ലേ എങ്ങോട്ട്? അകത്തേക്ക്? അതവര് വേറെ ആരെങ്കിലും 2 പേരെ ചേർത്തിട്ട് കയറി വന്നോളൂ. അവര് കയറി വരുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ബാക്കി 4 ഡോറും സാറിന്റെ മുമ്പിൽ തുറന്നു വരും. അപ്പൊ പിന്നെ ഓരോ ഡോറിനും കാശ് എത്ര വെച്ച് കിട്ടും? അത് പുറയുന്നുള്ള ഉന്തുപോലിരിക്കും. നല്ല ഉന്താണെങ്കിൽ ഓരോ ഡോറിനും 5,000 വെച്ച് സാറിന് കിട്ടും. 5,000, 4 ഡോർ 20,000 രൂപ കിട്ടും. യെസ്. മാത്രമല്ല, പ്ലീസ് ഫോളോ മീ. 5 ഡോറ് സാറ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50,000 രൂപ സാറിന്റെ കയ്യിലോട്ട് കമ്പനി തരും. ലോണാണോ ഇനി? ഫ്രീ ആയിട്ട്, ചുമ്മാ നമ്മുടെ സക്സസ് വേയുടെ ഒരു സന്തോഷത്തിന്. അല്ല, ഈ 50,000 രൂപ തന്നു കഴിഞ്ഞാ കളി കഴിഞ്ഞു? സാർ എന്താ കരുതിയത്? ഈ 5 ഡോറിന് 10,000 രൂപ അടച്ച സാറിന് വെറും ഒരു 70,000 രൂപ തന്ന് അങ്ങ് വിടുവന്നോ? അയ്യോ, വിടല്ലേ, ഇനിയും തരണം. അതാണ്, തരും. കമ്പനി ഇനിയും വാരിക്കൊരു തരും. ആദ്യം കാറ്, പിന്നെ ഹോം അപ്ലയൻസസ്, മാസാമാസം ഗിഫ്റ്റുകൾ. വെറുതെ വീട്ടിലിരുന്ന് ഇതൊക്കെ റിസീവ് ചെയ്താൽ മതി. ഈ കമ്പനിക്ക് എന്താ പ്രാന്താണോ? ഏതായാലും സാറേ, നമുക്ക് ഡോറിന് മുമ്പിൽ ആരെയെങ്കിലും 2 പേരെ കൊണ്ട് നിർത്തണ്ടേ? അവസാനം കമ്പനിയുടെ ഷെയർ വരെ സാറിന് കിട്ടാനുള്ളതാ. അല്ല, അവസാനത്തിന്റെ അവസാനം ഷെയറും തന്നിട്ട് കമ്പനി എന്റെ പേരിൽ അങ്ങനെ എഴുതി തരൂ? സംഭവിച്ചേക്കാം. സക്സസ് അല്ലേ സ്ഥാപനം. അപ്പോ ആദ്യം ഞാൻ എന്താ വേണ്ടത്? ആദ്യം സാറ് ഡോറിന് മുമ്പിൽ വന്ന് നിൽക്കണം, പിന്നെ വാതിൽ തുറക്കണം. ഓക്കെ, വാ.